നമ്മൾ ഡേ 9 തുടങ്ങുകയാണ്. നമ്മൾ ഇന്നലെ റെന എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. ഇന്ന് നമ്മൾ കാൾസ്റ്റാഡിലേക്കാണ് പോണേ. ബോർഡർ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ വണ്ടി ഒന്ന് ചാർജ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നലെ താമസിച്ച സ്ഥലത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലം. ഇത് ഫുള്ളൊന്നുമില്ല കേട്ടോ, ഇതിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. സൈഡിൽ കൂടെ പോയിട്ട് അവിടെ ഒരു സിറ്റിംഗ് റൂം ഉണ്ട്. സിറ്റിംഗ് റൂമിൽ AC ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ താമസിച്ച എവിടെയും AC ഇല്ല. പിന്നെ ബെഡ്റൂം, അതിൽ ഒരു ബങ്ക് ബെഡും ഉണ്ട്, ഒരു ഡബിൾ ബെഡും ഉണ്ട്. പിന്നെ ബാത്റൂം വിത്ത് ടോയ്ലറ്റ്. ഒരു ദിവസത്തിന് ഇതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഇതെന്താ റോഡിൽ ഇങ്ങനെ വര വരച്ചിട്ടിരിക്കണേ, മഞ്ഞയും വെള്ളയായിട്ട്? അപ്പുറം സൈഡിലും ഉണ്ടായിരുന്നു നേരത്തെ. അത് എനിക്കറിയില്ല, വരച്ചു പിടിച്ചിരിക്കും. അവിടെ ക്നാപ്പം, നേരത്തെ ക്നാപ്പൻ കണ്ടതായിരുന്നു. അത് ബസ് സ്റ്റോപ്പായിരുന്നു തോന്നുന്നു. ആ പഴയ കാറ് കയറിപ്പോയി. നമ്മളത് ഒരു സ്റ്റോപ്പിൽ നിർത്തിയപ്പോ അവര് വണ്ടി ചൂടായിട്ട് ബോണറ്റ് തുറന്നു വെച്ചിരുന്നായിരുന്നു. ആ വണ്ടിയല്ലേ അത്? അതെ, സെയിം വണ്ടിയാ. രണ്ടപ്പാപ്പന്മാരാണ് അന്ന്, അല്ല നേരത്തെ അതിൽ നിന്ന് ഇറങ്ങിണ്ടായിരുന്നത്. അവര് തന്നെയാന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല. ഇതിപ്പോ ആമയമോയിലും കഥ പറയാ. കുറച്ചേരം കഴിയുമ്പോ ആമയിൽ നിൽക്കും ചൂടായിട്ട്. അപ്പോൾ ആമ പോയിട്ട് ഓവർടേക്ക് ചെയ്യും. അങ്ങനെ മറ്റൊരു ഐഡൻറ്റി ചാർജുകൾ നമ്മൾ ചാർജ് ചെയ്യാൻ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ ഹൈവേയുടെ തൊട്ടടുത്താണെന്നുള്ള ഗുണം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനടുത്ത് വേറെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ടോയ്ലറ്റ്സ് ഇല്ല, റെസ്റ്റോറൻറ്റ്സോ അങ്ങനെ ഒന്നും ഇതിൻ്റെ അടുത്തില്ല. അപ്പോൾ ഇത് 26 മിനിറ്റിൽ 31 നിന്ന് 77 ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത്രയും ചാർജ് മതി, നമുക്ക് പോവാം. നമ്മൾ ചാർജ് ചെയ്തിട്ട് ഒരു 2 കിലോമീറ്റർ തിരിച്ചു പോന്നു. നമ്മളതിൽ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോർവീജിയൻ ആയതുകൊണ്ട് ഇനിയിപ്പോൾ സ്വീഡനിൽ ചെന്നാൽ എടുത്തില്ലെങ്കിലും അപ്പോൾ അത് റീസൈക്കിൾ ചെയ്യാൻ ഇട്ടിട്ട് ആ ക്രോണ നമുക്ക് മേടിക്കണം. അത് നോർവീജിയൻ കോയിൻസ് ആയിട്ട് കയ്യിലിരുന്നോട്ടെ. കിട്ടി കോയിൻ കിട്ടി. സ്വീഡനായി എന്നാണ് നമ്മുടെ കടന്നോ? എവിടെ എന്നാണ് പറയുന്നത്. നാവിഗേഷൻ സിസ്റ്റം പ്രകാരം നമ്മൾ സ്വീഡനിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഷാർലറ്റൻബർഗ് ഷോപ്പിംഗ് സെൻറ്ററിലാണ്. ഭയങ്കര വലിയ മോളാണ്. ഒരുപാട് ഷോപ്സ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള കടകളുണ്ട്. ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് ആളുകളും ഇവിടെ വരുന്നുണ്ട്. നിറച്ച് പാർക്കിംഗ് സ്പോട്ട്സ് ഉണ്ട്. നോർവേന്ന് ആളുകൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീഡനിലേക്ക് ബോർഡർ ക്രോസ് ചെയ്ത് വരുന്ന മോളാണ് എന്നാണ് വായിച്ചറിഞ്ഞത്. നോർവേ കമ്പയർ ചെയ്യുമ്പോൾ സ്വീഡൻ കുറച്ചും കൂടി ചീപ്പറാണെന്നാണ് പറയണത്. അപ്പോൾ അടിപൊളി. ഈ മോളിൽ കയറിയില്ലെങ്കിൽ നഷ്ടമായി പോയേനെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു മിഠായി കട. മിഠായി മാത്രമല്ല കേട്ടോ, സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം ഉണ്ട്. ഫിൻലൻഡിൽ കാണാത്ത ഒരുപാട് വെറൈറ്റി ക്യാൻഡീസ് ഉണ്ട്. ആ ക്യാൻഡി സ്റ്റോറിൽ നിന്ന് കുറച്ച് മിഠായി വാങ്ങി ഇപ്പുറത്തേക്ക് വന്നപ്പോൾ 2 കട അപ്പുറത്തേക്ക് വന്നുള്ളൂ. അപ്പോഴത്തേക്കും അതിനും വലിയൊരു ക്യാൻഡി സ്റ്റോർ. ഇത് ഫുള്ള് ജെല്ലി ബീൻ നിറച്ച് വെച്ചിരിക്കുകയാണ്, പല കളറ് പല ഫ്ലേവർ. ഇത് സിഗരറ്റിനും വെയ്പ്സിനും മാത്രമായിട്ടൊരു കട. ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഒരു ലിക്കർ സ്റ്റോർ. ഈ സിമ്പിൾ കണ്ടോ, റോഡ് സൈഡ്? അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? എന്റെ ഇതിങ്ങനെ നേരെ നമ്മൾ ലെഫ്റ്റ് എടുക്കാൻ പറ്റില്ല. ഈ കർവ് വഴി പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകണമെന്ന്. വീണ്ടും നിറച്ചുണ്ട് ഈ വഴിയില്. എന്ന് പറഞ്ഞപ്പോ ഞാൻ സ്പീഡില് ആൾക്കാർ പോണ ഹൈവേയില് ബ്രേക്ക് ചെയ്ത് നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കാൾസ്റ്റാഡിൽ എത്താറായി. ചെക്ക് ഇൻ ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് സ്ഥലം കാണാൻ ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഇത് മാരിബർഗ് സ്കോഗൻ, കാൾസ്റ്റാഡിലെ സിറ്റി പാർക്കാണ്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇത് ഒരു ബീഹൈവാണ്. പറഞ്ഞോ, ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഇവിടെ വെച്ചിരിക്കുന്നതാണ്. തുറന്നു നോക്കിയത്. ഇനി ഇതിൻ്റെ മോൾ ഭാഗവും തുറക്കാൻ പറ്റും. ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നിറച്ച് വൈൽഡ് ബീസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ പോളിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവർ പല സ്ഥലത്ത് ഇതിനു വേണ്ടി നെസ്റ്റ് പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗാർഡൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നേച്ചർ മ്യൂസിയം ആണ്. പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും ഇത് അടച്ചു. 5 മണി വരെ ഉള്ളൂ. ചീവീടിൻ്റെ ശബ്ദം ആക്ച്വലി ഒരു ഈവനിങ് വാക്കിനൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്.
നിറച്ച് മരങ്ങളുണ്ട്, അതുകൊണ്ട് വലിയ വെയിലും ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ ആ തടി കൊണ്ട് ഒരു പാലം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാലം എന്ന് പറയാൻ പറ്റില്ല, ഒരു പാത്ത്. ഒരു മഴയാണെങ്കിലും കുഴപ്പമില്ല, ഇത് ചെളി കുഴയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, അതുകൊണ്ട് ഏത് കാലാവസ്ഥയിൽ നടക്കാം. ഇവിടെ ഒരു വ്യൂയിങ് ഹട്ട് ഉണ്ട്, കുറച്ച് ഫാം അനിമൽസൊക്കെ ഉണ്ട്, ഇതിനുള്ളിലൊരു പെറ്റിംഗ് സൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ രാവിലെ മേയാൻ വിടുമ്പോൾ ഈ ഹട്ടിലിരുന്ന് കാണാം. ഈ ഭാഗത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അത്ര ക്വയറ്റൊന്നുമല്ല കേട്ടോ. തൊട്ടടുത്ത് ഏതോ ഹൈവേ പോകുന്നുണ്ടെന്ന് തോന്നുന്നു, വണ്ടികളുടെ നല്ല ശബ്ദമുണ്ട്. ദൂരെ ഒരു വാച്ച് ടവർ ഉണ്ട്, കാണാണ്ട. ഏതായാലും ഈ നേരത്തെ ഇവിടെ മൃഗങ്ങളൊന്നുമില്ല, അപ്പോൾ പിന്നെ വാച്ച് ടവറിൽ പോയി കയറിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ ഓരോ പടങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ക്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ആരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടൊരു കുറുക്കനാന്ന് തോന്നുന്നു, ഇതിൻ്റെ ഉള്ളിൽ കുറുക്കനൊക്കെ ഉണ്ടാവും. ഇതൊരു വാട്ടർ മില്ലാണ്, വർക്കിംഗ് അല്ല, അടച്ചിട്ടിരിക്കുക. ഇതിലൂടെ വെള്ളം അകത്തേക്ക് എടുത്തിട്ട് ആ വെള്ളം ഒരു ചക്രത്തിൽ വീണ് അത് കറങ്ങി അതിൻ്റെ ഫോഴ്സ് കൊണ്ട് ധാന്യങ്ങളൊക്കെ പൊടിച്ചെടുക്കാനുള്ള ഒരു മില്ല്. ഇതിനുള്ള കുറേ ചോദ്യം ക്വിസ് പോലെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഫുള്ള് സ്വീഡിഷാണ്. ഇവിടെ പണ്ട് കാലത്ത് സ്വീഡിഷ് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിരുന്ന പല കെട്ടിടങ്ങളും, മോഡലല്ല, ഇതിൽ പലതും ഒറിജിനൽസ് തന്നെയാണ്. ആ അറ്റത്ത് കാണുന്നത് ഒരു ഡ്രൈയിങ് ഹൗസാണ്. ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ തുണി ഉണക്കാനുള്ളതല്ല, ഫുഡ് പ്രോഡക്ട്സ്, മീറ്റൊക്കെ ഉണക്കി സൂക്ഷിക്കാനുള്ളതാണ്. നടുക്ക് കാണുന്നത് ഒരു ഗ്രൈനറിയാണ്. ഇത് സൗനയാണ്. ഒരു ഫോർജ്, ഒരു കൊല്ലൻ്റെ ആല, സ്മോക്ക് ക്യാബിൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് ഉള്ളിൽ തീ കത്തിക്കാം, അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് ആൾക്കാർക്ക് സുഖമായിട്ട് അകത്തിരിക്കാം. പുകയില്ല, ചിമ്മിനിയില്ല, അത് കാരണം പുക പുറത്തു പോകില്ല. പിന്നെ അതുപോലെ വുഡാണല്ലോ, അപ്പോൾ സേഫായിട്ട് ഹീറ്റ് ചെയ്യാനും പറ്റും എന്നാണ് വായിച്ചിട്ട് മനസ്സിലായത്. ചിമ്മിനി ഇല്ല, പക്ഷെ എന്താ ഒരു സംവിധാനം ഉണ്ട് പുക പുറത്തേക്ക് കളയാനായിട്ട്. ഇതാ മുകളിൽ കാണാനുണ്ട്. ഇതൊരു കുക്ക് ഹൗസാണ്, അപ്പോൾ ഭക്ഷണം കുക്ക് ചെയ്തിരുന്നത് സെപ്പറേറ്റ് ഒരു കുക്ക് ഹൗസിലാണ്. പിന്നെ ക്യാബിൻസൊക്കെ മോഡേണൈസ് ആയി കഴിഞ്ഞപ്പോൾ ഉള്ളിൽ കുക്ക് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടായി. ആക്ച്വലി നമ്മുടെ പണ്ടത്തെ വീടുകൾ പോലെ തന്നെ കുക്ക് ഹൗസ് പുറത്ത്, ടോയ്ലറ്റ് പുറത്തൊക്കെ ആയിരുന്നല്ലോ, അതുപോലെ തന്നെ സെറ്റപ്പ്. ഇതൊരു ചാപ്പലാണ്. പിന്നെ ഇവിടെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. ഒരു വിൻഡ് മില്ല് കാണാനുണ്ട്. അവിടെ ഒരു പഴയ വിൻഡ് മില്ല്, അവിടെ കുറച്ച് ആനിമൽസിൻ്റെ ഭാഗമുണ്ട്, അവിടെ പോയി നോക്കാം. ഈ ഭാഗത്ത് ആടുകളുണ്ട്. നഴ്സറിയിലൊക്കെ കേട്ടിട്ടില്ലേ ബാബ ബ്ലാക്ക് ഷീപ്പ്, ഇതാണ് ബ്ലാക്ക് ഷീപ്പ്. കുഞ്ഞു കുട്ടികൾക്ക് കാണാൻ സൗകര്യത്തിന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ബ്രൗൺ ചെമ്മരിയാട്, ഇതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് മാർക്കറ്റ് ഹട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കടകളൊക്കെ നടത്തിയിരുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ട് വിൻഡ് മില്ലാണെന്ന് പറഞ്ഞത്. ഇത് വിൻഡ് മില്ല് മാത്രമല്ല, ഒരു വിൻഡ് പവേർഡ് സോ ആണ്. അതായത് വിൻഡ് പവർ ഉപയോഗിച്ചിട്ട് മരം മുറിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം. വിൻഡ് മില്ല് മുകളിലത്തേത് കറങ്ങുമ്പോൾ വിൻഡ് പവർ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന പൽച്ചക്രം തിരിച്ചിട്ടായിരിക്കും പണ്ട് മരം മുറിച്ചിട്ട്. ഹോൾക്കൻ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു മൾട്ടിപർപ്പസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫെയർസ്, കോൺഫറൻസ് അല്ലെങ്കിൽ ഡിന്നേഴ്സ്, ഇവൻറ്റ്സ് ഒക്കെ നടത്താം. അതുപോലെ ഹോൾക്കൻ്റെ ഓപ്പോസിറ്റും ഒരു ആംഫി തിയേറ്റർ ഉണ്ട്, ഇതിൽ ഇവൻറ്റ്സ് ഒക്കെ നടത്താം. പക്ഷേ ഇന്ന് ഇവിടെ ഇവൻറ്റ്സ് ഒന്നും നടക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്, പാർക്കിങ്ങും ഫ്രീ ആണ്. 11 മണി വരെ പാർക്ക് ഓപ്പൺ ആണ്, പക്ഷേ ഇതിലുള്ള പല റൈഡ്സും 5 മണി വരെ ഓപ്പൺ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ റൈഡ്സും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരണം. കാർ പാർക്ക് ആയതുകൊണ്ടായിരിക്കും, കാറാണ് ഉദ്ദേശം അറിയില്ല, പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്ന ഷേപ്പ്. ആക്ച്വലി നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് ചാർജർ ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറച്ച് ഗ്രോസറീസ് മേടിക്കാൻ വേണ്ടി ഇതേ കാണുന്ന കൂപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ എവനി ചാർജർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഉടനെ അങ്ങോട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ റൂമിലെത്തി. നാളെ നമ്മൾ സ്റ്റോക്ക്ഹോമിലേക്ക് പോവാണ്. അപ്പോൾ സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്നതിന് മുമ്പ് നാളെ ഇനി കാൾസ്റ്റാഡിൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പം ഇനി നാളെ കാണാം. നമ്മൾ രാവിലെ തന്നെ കാൾസ്റ്റാഡിലെ ഒരു ഡോളർ സ്റ്റോറിലാണ് കയറിയിരിക്കുന്നത്. നിങ്ങൾ പോയിട്ട് ഇന്നലത്തെ റൂമിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോയോ? ഞാൻ ഇവിടേക്ക് ഒന്ന് പരത്തട്ടെ. ഇതാണ് ഇന്നലെ നമ്മൾ നിന്ന സ്ഥലം. ഇതൊരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കോമൺ കിച്ചണും പിന്നെ ഡൈനിങ് ഏരിയ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കണമെങ്കിൽ റൂം നമ്പർ എഴുതിയ ബോക്സസ് ഇവിടെ ഉണ്ട്. അതുപോലെ ഫ്രിഡ്ജിൽ സാധനം വയ്ക്കാനും റൂം നമ്പർ എഴുതിയ ബോക്സസ് അവൈലബിൾ ആണ്. ഈ ഫ്രീസർ നമുക്ക് ഉപയോഗിക്കാം. താഴെ ലോണ്ടറി റൂം ഉണ്ട്, പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്തില്ല. നമ്മുടെ റൂമിലേക്ക് കയറിയാൽ നേരെ കാണുന്ന ബാത്റൂമാണ്. പിന്നെ 2 സൈഡിലും ആയിട്ട് 2 ബെഡ്റൂം ഉണ്ട്. വേറെ സൗകര്യങ്ങളൊന്നും റൂമിൻ്റെ ഉള്ളിലില്ല. ഡോളർ സ്റ്റോർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച വില കുറഞ്ഞ ലോ ക്വാളിറ്റി സാധനങ്ങൾ മാത്രം കിട്ടുന്ന കടയായിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ സാധാരണ കടയിൽ കിട്ടുന്ന സാധനങ്ങളും കിട്ടുന്നുണ്ട്. അതിന് കുറച്ച് വിലക്കുറവുണ്ട്, അത്ര ചീപ്പൊന്നുമല്ല. പക്ഷേ ഫിൻലൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി വിലക്കുറവുണ്ട്.
ഇത് ഓസ്ട്രബ്രോൺ കാൽസ്റ്റാഡിലുള്ള ഓൾഡസ്റ്റ് സ്റ്റോൺ ബ്രിഡ്ജാണ്. ഇത് 168 മീറ്റർ ഉണ്ട്, 12 ആർച്ചസും ഉണ്ട്. 1761 1811 ഇടയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡേഴ്സ് യാക്കോബ്സൺ ആണ് ഈ ബ്രിഡ്ജിൻ്റെ മാസ്റ്റർ ബിൽഡർ. ഇതിൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റി അദ്ദേഹത്തിന് തന്നെ സംശയം തോന്നിയോണ്ട് അങ്ങേര് ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്തു എന്നൊരു റൂമർ ഉണ്ട്. പക്ഷെ അത് ശരിയല്ല. ഈ ബ്രിഡ്ജ് കൂടെ കാറൊന്നും കടത്തി വിടില്ല, പക്ഷെ പബ്ലിക് ട്രാൻസ്പോർട്ട് പോകുന്നുണ്ട്, ആൾക്കാർ നടക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ ഈ പുഴയുടെ അക്രോസ് ആയിട്ട് 10 വുഡൻ സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പം നമ്മൾ കാൽസ്റ്റാഡ് വിട്ടു, ഇനി നമ്മൾ സ്റ്റോക്ക്ഹോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് അല്ല, വണ്ടികൾ പതുക്കെയാണ് പോണേ, പക്ഷെ കുറച്ച് നേരമായി. നല്ല നീട്ടമുണ്ട്, ഇങ്ങനെ പോന്നു. പോരാത്തിന് സിംഗിൾ ലൈനും കൂടിയാണ്. ഈ വണ്ടിയാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് എനിക്ക് തോന്നണേ. 146 കിലോവാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ 135 ആണ് എൻ്റെ സ്പെക്ക് ഉണ്ടായിരുന്നത്. 146 അടിപൊളി. വഴിക്ക് കണ്ടല്ലോ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. സ്ലോ മൂവിങ് വണ്ടികളൊക്കെ ഒരുപാടെണ്ണം മുമ്പിലുണ്ടായി. അപ്പോൾ അത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാർഡ് ആക്സലറേഷനൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാറ്ററിയൊക്കെ നല്ല ഓപ്റ്റിമം ടെമ്പറേച്ചറിലായിരിക്കും ചാർജിങ്ങിന്. അതുകൊണ്ടായിരിക്കും ഈ 144 ഒക്കെ കിട്ടുന്നത്. ഏതായാലും ഇത് ആദ്യമായിട്ടാണ് ഞാൻ 144 ഒക്കെ ഈ വണ്ടിയിൽ കാണുന്നത്. അടിപൊളി. അങ്ങനെ വണ്ടിയൊക്കെ ചാർജ് ചെയ്ത് തിരിച്ച് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ ഉറങ്ങിയപ്പോൾ എന്നെ കുളിച്ച് എനിപ്പിച്ചു. മതി എനിക്ക് സ്ഥലം എത്താറായി, സ്റ്റോക്ക്ഹോം എത്താറായി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ സ്റ്റോക്ക്ഹോം എത്തുന്ന ആ ഒരു സെറ്റപ്പൊക്കെ ഒന്ന് കാണാം. ഇനി ഞാൻ അങ്ങോട്ട് ഉറങ്ങണില്ല എന്ന് തീരുമാനിച്ചു. ഹെൽസിങ്കിയാണോന്നൊരു തോന്നലുണ്ട്. കുറേശ്ശെ ചായയുണ്ട്. ഹായ്, അപ്പുറത്ത് റെയില്, അപ്പുറത്ത് റോഡ്, അതിൻ്റെ അപ്പുറത്ത് ഫെറി, 3 കൂടി ഒരുമിച്ച്. കൊള്ളാമല്ലേ? എല്ലായിടത്തും കൺസ്ട്രക്ഷനാണ് കണ്ടോ. ഫുള്ള് റോഡ് ഡൈവേഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നമ്മൾ ഖത്തറീന എലിവേറ്റർ എന്ന് പറഞ്ഞ ഒരു സംഭവം കാണാം എന്ന് വിചാരിച്ച് വന്നതാണ്. അതിൻ്റെ മുകളിൽ ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ സിറ്റി വ്യൂ ഒക്കെ നല്ല ഭംഗിയായിരിക്കുന്നു പറഞ്ഞിട്ട് വന്നതാണ്. ഫോട്ടോ നല്ല ഭംഗിയായിരിക്കും. അതെ, പക്ഷേ നമുക്ക് അങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടും, അങ്ങോട്ട് പോകാൻ എവിടെ പാർക്ക് ചെയ്യുന്ന പോലും മനസ്സിലായില്ല. അതെ, ഒന്ന് ഇറങ്ങി നടന്ന് അന്വേഷിക്കാന്ന് വെച്ചാൽ അതും രക്ഷയില്ല. വണ്ടി നിർത്താൻ പോലും സ്ഥലമില്ല. ഫുൾ കൺസ്ട്രക്ഷൻ. അടിപൊളി. അപ്പോൾ വണ്ടിയുമായിട്ട് ഇതുപോലെ സിറ്റികളിൽ കറങ്ങാൻ ഇറങ്ങിയാൽ ഇതാണ് കുഴപ്പം. ഇവിടുത്തെ സിഗ്നൽ ഉണ്ടല്ലോ, അത് ഈ ഓറഞ്ചായിട്ട് പച്ചയാവണതിന് മുമ്പുള്ള ഒരു ഡിലേയിൽ അത് നമ്മുടെ അവിടെയൊക്കെയുള്ള ഒത്തിരി കൂടുതലെന്ന് തോന്നുന്നു. എൻ്റെ ഒരു കാൽക്കുലേഷൻ എപ്പോഴും തെറ്റിപ്പോകും. ഇന്ന് മൊത്തത്തിലൊരു ലേസി ഡേ ആയിരുന്നു. ഇനി നാളെ സ്റ്റോക്ക്ഹോം കാണണം എന്നാണ് നമ്മുടെ ആഗ്രഹം. എന്താവുമെന്ന് അറിയില്ല. നാളെ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.